ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഒരു ഐബെല്ലിൻ്റെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ എടുത്തായിരുന്നു, ചെറുത് ഡ്രില്ലിംഗ് മെഷീൻ എടുത്തിട്ട് അത് പണി ചെയ്യാനായിട്ട് കൊണ്ടുപോയി ഒരു ശക്കലം പണി ചെയ്ത് ഒരു 2-3 മറ്റേ വി ബോർഡിൽ 2 തുളയടിച്ചത് അത് കത്തിപ്പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് പുക വന്നു. അപ്പം നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇതിപ്പം ഓൺലൈനിൽ നിന്ന് എടുത്തില്ലോ ഇനിയിപ്പം തിരിച്ച് കിട്ടുമോ, അങ്ങനെ ആകെ ഒരു ആശങ്കയായിരുന്നു. അപ്പം നമ്മളിത് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ബുക്കിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഒരു QR കോഡും അങ്ങനെ സംഭവങ്ങളും എല്ലാം കണ്ട് അതിൻ്റെ അകത്ത് കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐബെല്ലുകാർ ഒരു വാട്സപ്പ് നമ്പർ തന്നു നമുക്ക്. ആ വാട്സപ്പ് നമ്പറിൽ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇട്ട് കൊടുക്കുക, അതൊന്ന് വർക്ക് ചെയ്യിക്കുന്നതിൻ്റെ പടമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഓൺ ചെയ്തിട്ടൊന്ന് കാണിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് ഓൺ ചെയ്തിട്ട് കാണിച്ച് അതിൻ്റെ വാട്സപ്പിൽ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അതേപടി പാക്ക് ചെയ്ത് വെക്കുക, ഞങ്ങളുടെ ആൾ അവിടെ വരും, ആൾ അത് കളക്ട് ചെയ്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് അതേപടി തന്നെ പാക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം അവിടുന്ന് ആൾ വന്നു ഈ സാധനം എടുത്തുകൊണ്ട് പോയി. നമുക്കിതിൻ്റെ ഇത് തിരിച്ചു വരുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം റിട്ടേൺ വിട്ടിട്ട് കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മൾ കൊടുത്തു വിട്ടേച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയായി കാണും അല്ലേ. ഒരാഴ്ചയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് ഇതേ സാധനം വന്നു, സാധനം റെഡിയാക്കി വന്നിരിക്കുകയാണ്. നമുക്കിത് ബോക്സ് തുറന്നു നോക്കാവേ. അങ്ങനെ പൊട്ടിച്ചു. നമ്മൾ ആ കൊടുത്തുവിട്ട സാധനം വേറൊരു സാധനം തരുമല്ലേ ഇതേക്കുന്നത്. അതിൻ്റെ ആർമച്ചർ മാറി, കോയിൽ മാറി, കാർബൺ മാറി എന്നൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. പുതിയ സാധനമായിരുന്നു, നമുക്ക് അത് തന്നെ ആയിരിക്കും, ആ സെയിം സാധനം ആയിരിക്കണം. ഇങ്ങനെയൊക്കെ അത് തന്നെയാണ്. ഇതിപ്പം നമ്മൾ ആ കൊടുത്തുവിട്ട ഐറ്റംസുകൾ ഇത് കൊടുത്തുവിട്ടായിരുന്നു. ഈ സാധനം അതിൻ്റെ ബിറ്റുകൾ കൊടുത്തുവിട്ടായിരുന്നു. ആ ബിറ്റും സാധനങ്ങളും എല്ലാം അതേപടി തിരിച്ചു തന്നിട്ടുണ്ട്. ആർമച്ചറ്, കോയില്, കാർബൺ ഇത്ര മാറി. ഇത് ഒരു ശക്കലം നേരം വർക്ക് ചെയ്യിക്കുമ്പോഴത്തേക്കും തന്നെ ഇത് ചൂടാകുമായിരുന്നു, കണ്ടമാനം അങ്ങോട്ട് ചൂടാകുമായിരുന്നു. അപ്പം നമ്മൾ അഴിച്ചു നോക്കിയില്ല, അതേപടി കൊടുത്തു വിടുക. ഇത് നമുക്കൊന്ന് കുത്തി നോക്കാം. കഴിഞ്ഞ ദിവസം അത് വർക്കാക്കിയപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ പുക വരുമായിരുന്നു, ഇതിലെ പുക ചാടുന്നു, ഇവിടെ കണ്ടമാനം ചൂടാകുമായിരുന്നു. നമുക്കൊരു ശകലം നേരം ഒന്ന് ഓടിച്ചു നോക്കാം, ഇത് എന്നാ സംഭവിക്കുന്നതെന്ന് നോക്കാം. തിരിച്ചു ചേർക്കാതെ ഇത് നിലവിൽ ചൂടാവുന്നില്ല. എന്നാ വെച്ചാൽ നമ്മൾ പിന്നെ ലോഡൊന്നും കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഇത് എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്കൊരു ഉണ്ടായിരുന്ന ഒരു ആശങ്ക മാറി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്യാരണ്ടി ഉള്ള സാധനം, കമ്പനിയുടെ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാരണ്ടി ഉള്ള സാധനങ്ങൾ സർവീസിങ് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ആ ഒരു ആശങ്ക മാറിയിട്ടുണ്ട്. നമുക്ക് സർവീസിങ് കിട്ടും, നല്ല കമ്പനിയുടെയൊക്കെ സാധനമാണെങ്കിൽ. പിന്നെ ഇത് നോക്കാം, ഇത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇത് കംപ്ലൈൻ്റ് എല്ലാം മാറി സാധനം തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ.